മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ ശലഭോദ്യാനം പ്രോത്സാഹിപ്പിക്കുമെന്ന് ഇ.ടി. ടൈസൺ മാസ്റ്റർ എം.എൽ.എ. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ മാനസിക ഉല്ലാസം നൽകുന്ന ചിത്രശലഭക്കൂടുകൾ മണ്ഡലത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഒരുക്കാൻ വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുമെന്ന് ഇ.ടി. ടൈസൺ മാസ്റ്റർ എം.എൽ.എ. പറഞ്ഞു. നമ്മുടെ സ്കൂളുകളിലെല്ലാം വിവിധങ്ങളായിട്ടുള്ള രീതിയിൽ കുട്ടികളുടെ സമഗ്രമായ പുരോഗതി കൈവരിക്കാൻ കഴിയേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് നമ്മുടെ സ്കൂളുകളിലുള്ള ഇത്തരത്തിലുള്ള ഇപ്പോൾ നേരത്തെ കണ്ടിട്ടുള്ള കിലുക്കാമ്പെട്ടി ഉൾപ്പെടെയുള്ള സസ്യങ്ങളെ വളർത്തലും ചിത്രശലഭങ്ങൾ വരലും. എത്രയോ നിരവധിയായിട്ടുള്ള ചിത്രശലഭങ്ങൾ വിവിധ വർണ്ണങ്ങളിലുള്ള പല രീതികളിലുള്ള ചിത്രശലഭങ്ങൾ ആകർഷിക്കുന്നു. കുട്ടികളത് കാണുന്നു, പ്രകൃതിയെ അടുത്തറിയാൻ തുടങ്ങിയ രീതിയിലുള്ളൊരു വലിയ അവസരമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ഡലത്തിൽ അക്ഷരകൈരയുടെ നേതൃത്വത്തിൽ ഇത്തരം സ്ഥാനങ്ങൾ നടത്താനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കയ്പമംഗലം ഫ്രഷ് സ്കൂളിലെ അധ്യാപകരും അതുപോലെ PTA-യും ബന്ധപ്പെട്ടവരൊക്കെ ചേർന്ന് വെച്ചിട്ടുള്ള ഒരു കിലുക്കാമ്പെട്ടിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. അത് ഒരു നല്ല മാതൃകയാണ്. കുട്ടികൾക്കത് കാണാനും അവരുടെ ഒഴിവ് സമയമൊക്കെ അതിൽ ചെലവഴിക്കാനും പ്രകൃതിയെ അടുത്തറിയാനും ഒക്കെ കിട്ടുന്ന നല്ല അവസരമാണ്. ഇത് എനിക്ക് തോന്നുന്നു വലിയ രീതിയിൽ ആളുകൾ ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. ഇതിനായി മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയിലെ കാർഷിക ക്ലബ്ബായ തളിർ ഗ്രൂപ്പ് വഴി ശലഭങ്ങൾ കൂടുകൂട്ടുന്ന കിലുക്കാമ്പെട്ടി ചെടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ വിതരണം ചെയ്യുമെന്നും MLA അറിയിച്ചു. മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് 1000 രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല. ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. 10 പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ, ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്. പൊന്നിൽ തീർത്ത 3 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപ്രയാർ.